GST ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഞ്ചനക്ഷത്ര പരിശീലനത്തെ നിയമസഭയിൽ ന്യായീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ധൂർത്തുണ്ടായിട്ടില്ലെന്നും ആവശ്യമായ പരിശീലനമാണ് നൽകിയതെന്നും ധനമന്ത്രി പറഞ്ഞു. പരിശീലനത്തിനുള്ള 46 ലക്ഷത്തിൽ 38 ലക്ഷവും ചെലവഴിച്ചത് ആളുകളുടെ താമസത്തിനായിട്ടാണ്. സർക്കാർ ധൂർത്തൊഴിവാക്കി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. GST പഞ്ചനക്ഷത്ര പരിശീലന വാർത്ത പുറത്തുകൊണ്ടുവന്നത് റിപ്പോർട്ടറാണ് TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ്. TV പ്രസാദിന്റെ കണ്ടെത്തലുകളായിരുന്നു. അതിലിപ്പോൾ ധനമന്ത്രി എന്താണ് ന്യായീകരിക്കാനായി പറയുന്നത്? സുജയ, ഗുഡ് മോർണിംഗ്. ഈ പഞ്ചനക്ഷത്ര പരിശീലനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് നിയമസഭയിൽ വന്നത്. വിവിധ MLA-മാരാണ് ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ ഇതിൻ്റെ ആർഭാടത്തെക്കുറിച്ചോ ധൂർത്തിനെക്കുറിച്ചോ ഒരക്ഷരം പറയാതെയാണ് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയതും. അതായത് നമുക്കറിയാവുന്നതുപോലെ 200-ലധികം വരുന്ന GSTയിലെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് കൊച്ചിയിലെ കാക്കനാട്ട് പരിശീലനം നൽകിയത്. പരിശീലനം നൽകിയെന്ന് മാത്രമല്ല, ഈ 46 ലക്ഷം രൂപയിൽ ചെലവഴിച്ച 38 ലക്ഷവും അവരുടെ താമസത്തിനായിരുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത്തരം പരിശീലന പരിപാടികളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളും സെമിനാറുകളും എല്ലാം സംഘടിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലായിരിക്കണം എന്ന ഉത്തരവ് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജീവനക്കാർക്കെല്ലാം പഞ്ചനക്ഷത്ര സൗകര്യം ഒരുക്കിയത്. ഈ MLA-മാർ ചോദിച്ച ചോദ്യം അതിലെ ഈ പഞ്ചനക്ഷത്ര പരിശീലനത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഒരു വരി പറയാതെ ആകെ 46 ലക്ഷം രൂപ ചെലവഴിച്ചു. അതിന് സർക്കാർ ഉത്തരവുണ്ട്. കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ഒരു ധൂർത്തും നടന്നില്ല. സാമ്പത്തിക അച്ചടക്കം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഓരോ പരിപാടികളും നടത്തുന്നത് എന്ന രീതിയിലാണ് KN ബാലഗോപാലിൻ്റെ മറുപടി. 5 ദിവസം നീണ്ടുനിന്ന ഈ പരിശീലനത്തിൻ്റെ ഏറ്റവും അവസാനം ഇത് വാർത്തയായതോടുകൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലക്കാട്ട് പോയി ആ ക്യാമ്പിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ആക്രിയിലെ തട്ടിപ്പ് പരിശോധന നടത്തുകയുണ്ടായി. കോടികളുടെ തട്ടിപ്പാണ് അന്നവിടെ കണ്ടെത്തുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ GSTക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പരാതി, ആ പരാതിയുടെ പേരിൽ ഈ പറയുന്ന GST ഉദ്യോഗസ്ഥർ നടത്തിയ പഞ്ചനക്ഷത്ര പരിശീലനം എന്ന വാർത്ത വന്നതോടുകൂടി അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള റെയ്ഡായിരുന്നു എന്നാണ് പിന്നീട് അവരുടെ തന്നെ സാമൂഹിക വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ചർച്ച ചെയ്ത് അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും GST ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തെയല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്ത്, മറിച്ച് അവിടെ ചെലവാക്കിയ 46 ലക്ഷത്തിൽ 38 ലക്ഷവും പഞ്ചനക്ഷത്ര സൗകര്യത്തിലായിരുന്നു എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതിൽ പങ്കെടുത്തവരിലേറെയും കൊച്ചിയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ്. അവർക്കാണ് കൂടുതലും ഈ പഞ്ചനക്ഷത്ര സൗകര്യം കിട്ടിയതും. സുജയ, ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യങ്ങൾ പ്രസാദ് ആദ്യം പുറത്തുകൊണ്ടു, അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തയിലൂടെ കടന്നു പോകുമ്പോഴും മന്ത്രി ന്യായീകരിക്കുന്നു, ധൂർത്തുണ്ടായിട്ടില്ല. ഇത് ധൂർത്തല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന ചോദ്യം അത് നമ്മൾ ജനങ്ങൾക്ക് വിടുന്നു.